അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെയിൻ ഓഫ് ടെറർ ആണ്. അപ്പോൾ എന്താണ് റെയിൻ ഓഫ് ടെറർ എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ദ പീരീഡ് ഫ്രം 1793 to 1794 is referred to as the reign of terror. അപ്പൊ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ഈവന്റ് ഉണ്ടായത് ഏത് വർഷമാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ 1793 to 1794 അല്ലെ. 1793 മുതൽ 1794 വരെ ഈ 2 വർഷത്തിലാണ് ഈ ഒരു റെയിൻ ഓഫ് ടെറർ സംഭവം ഉണ്ടായത്. എന്താ നോക്കിയാലോ? റോബസ്പിയർ ഫോളോഡ് എ പോളിസി of severe control and punishment. ഓക്കെ, എന്ന് വെച്ചാൽ ഈ റോബസ്പിയർ എന്ന് പറയുന്ന ആള് എന്ത് കൊണ്ടുവന്നു? ഒരു പോളിസി കൊണ്ടുവന്നു. എന്താണ്? സിവിയർ കൺട്രോൾ, കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ, എല്ലാത്തിനും മേല് ഒരു കൺട്രോൾ വേണമെന്നും എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് സിവിയർ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ള ഒരു പോളിസിയാണ് റോബസ്പിയർ കൊണ്ടുവന്നത്. ഓക്കെ, all those whom he saw as being enemies of the republic അല്ലെ. എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കിന്റെ ഒരു നമ്മള് ഈ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കൻ കൺട്രി ആയ ടൈമിൽ റോബസ്പിയർ ആണ് പിന്നെ എന്തായത്? അവിടെ എല്ലാത്തിനെയും ഇവരെയൊക്കെ ഒന്ന് നേതൃത്വത്തിൽ ലീഡർഷിപ്പ് കൊടുത്തിട്ട് ഈ കോമൺ പീപ്പിളിന്റെ ഒരു ലീഡറായി റോബസ്പിയർ ആണ് എന്ത് പോളിസി കൊണ്ടുവന്നത്? സിവിയർ കൺട്രോൾ ആൻഡ് പണിഷ്മെന്റ്. ആർക്കെതിരെ? ഇങ്ങനെ ഈ റിപ്പബ്ലിക്കൻ കൺട്രീന്റെ എനിമീസ് ആയിട്ടുള്ള എക്സ് നോബിൾസ്, ഓൾ ദോസ് ഹൂം ഹി സോ ആസ് ബീങ് എനിമീസ് ഓഫ് ദ റിപ്പബ്ലിക്, അവരെയൊക്കെ എന്താ സിവിയർ കൺട്രോളിൽ നിർത്തണം. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് അവരുടെ മേൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായാണെങ്കിൽ സിവിയർ പണിഷ്മെന്റ് ഷുഡ് ബി ഗിവൺ ടു എക്സ് നോബിൾസ് ആയിക്കോട്ടെ, ക്ലർജി ആയിക്കോട്ടെ, മെമ്പേഴ്സ് ഓഫ് അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കോട്ടെ. ഈവൻ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓൺ പാർട്ടി ഡിഡ് നോട്ട് അഗ്രി വിത്ത് ദിസ് മെത്തേഡ് അല്ലെ. അപ്പൊ എന്താണ്? ഈവൻ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓൺ പാർട്ടി ഹു ഡിഡ് നോട്ട് അഗ്രി വിത്ത് ഹിസ് ഓൺ മെത്തേഡ്സ് എന്ന് വെച്ചാൽ റോബസ്പിയറിന്റെ പാർട്ടിയിലുള്ള ചില മെമ്പേഴ്സിന് അദ്ദേഹത്തിന്റെ ചില നിലപാട് ഇഷ്ടമല്ല കേട്ടോ മക്കളെ. ആൻഡ് they were arrested. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹം അറസ്റ്റ് ചെയ്യും, ഇംപ്രിസൺ ചെയ്യും, ആൻഡ് ദെൻ ട്രൈഡ് ബൈ റെവല്യൂഷണറി ട്രിബ്യൂണൽ. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ദ പീരീഡ് ഫ്രം 1793 to 1794 is referred to as the reign of terror. Okay, and Robespierre followed a policy of severe control and punishment. And second point, all those whom he saw as being enemies of republic, ആരൊക്കെയാണ്? എക്സ് നോബിൾസ് ആൻഡ് ക്ലർജി, members of other political parties. Even his own party members did not agree with his views, were arrested, imprisoned, and then tried by a revolutionary tribunal. Okay, next slide. Okay, if the court found them guilty, they were guillotined. എന്ന് വെച്ചാല് ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇംപ്രിസൺ ചെയ്യാൻ വധിച്ച ആളുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഇംപ്രിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ മെമ്പേഴ്സിന് ഇതാക്കിയിട്ടില്ല, അവരെ ഒന്നും കൂടെ എന്ത് ചെയ്യും? കോർട്ട് ഒന്നും കൂടെ ഒന്ന് ഡിസ്കഷൻ ഇരുത്തും. ആർക്കെങ്കിലും ഇതില് പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? they were guillotined. ഗിലിറ്റി തോന്നി എന്നുള്ളതിലേക്ക് മാറ്റും. Okay, the guillotine is a device consist of 2 poles and a blade with which a person is beheaded. If the court found them guilty, they were guillotined. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ മെമ്പേഴ്സിനെ ഇവർ എന്ത് ചെയ്യും? ഗിലിറ്റൈൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ബിഹഡ് ചെയ്യും, കൈത്തറുത്താലും എന്നാണ് പറയുന്നത്. It was named after Dr. Guillotine. It is Guillotine who invented. Guillotine ആണ് ഈ ഒരു ഗിലോട്ടൈൻ ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഇവർക്കെതിരെ ചെയ്ത ക്രൂരതകൾക്കെതിരെ ഒരു ഗിലിറ്റി അവിടെ വരും. എന്ന് വെച്ചാൽ മക്കൾ കാണാറില്ല, ഇപ്പോൾ വധശിക്ഷക്ക് വിധിച്ചവരൊക്കെ ആണെങ്കിൽ തൂക്കിലേറ്റുന്നതിന് മുൻപ് തന്നെ ഒരു ഗിലിറ്റി ഉള്ളിൽ വരും, അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുഖമൊക്കെ മനസ്സിൽ വരും. അതുപോലെ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും? ഗിലിറ്റൈൻ ചെയ്യും. എന്ന് വെച്ചാൽ ആ ടൈമിൽ എന്നെ ഇതാക്കും, ബിഹഡ് ചെയ്യും, കൈത്തറക്കും എന്നുള്ള അതേ ലോ ഫ്രാൻസിലും ഉണ്ട്. ഈ ഒരു ഗിലിറ്റൈൻ എന്ന് പറയുന്ന ടേം വന്നത് ഡോക്ടർ ഗുലോട്ടിൻ ആണ് ഇത് ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, ആൻഡ് റോബസ്പിയർ ഗവൺമെന്റ് ഇഷ്യൂഡ് എന്ന് വെച്ചാൽ റോബസ്പിയറിന്റെ ഗവൺമെന്റ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഫ്രാൻസിൽ ഇപ്പോ. അപ്പൊ റോബസ്പിയർ എന്താണ് ഇഷ്യൂ ചെയ്ത? ലോസ് പ്ലേസിംഗ് എ മാക്സിമം സീലിംഗ് ഓൺ വേജസ് ആൻഡ് പ്രൈസസ് അല്ലെ. എല്ലാ വിധത്തിലുള്ള ഒരു അയവ് അല്ലെ, എല്ലാത്തിനും ഒരു വേജസ് ആൻഡ് പ്രൈസസ് ആണെങ്കിൽ മീറ്റ് ആൻഡ് ബ്രെഡ് വെയർ റേഷൻഡ്. അതുപോലെ തന്നെ ആളുകൾക്ക് എന്താ വാങ്ങാൻ
പറ്റിയ തരത്തിൽ വില നിശ്ചയിച്ചു ആര്? റോബേസ്പിയർ. ഈ മീറ്റും ബ്രെഡും ഒക്കെ ചെറിയ വിലയിൽ ലഭ്യമാക്കാൻ തുടങ്ങി. Third one, peasants were forced to transport their grain to the cities and sell it at a price fixed by the government. ഈ peasants ഒക്കെ എന്ത് ചെയ്തു? സിറ്റീസിൽ പോയിട്ട് അവരുടെ സാധനങ്ങൾ വിറ്റു. അത് ഗവൺമെന്റ് പറയുന്ന വിലക്കാണ് വിൽക്കേണ്ടത്. peasants. Okay. And അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത മക്കളെ? If the court found them guilty, they were guillotined. The guillotine is a device consisting of two poles with which a person is beheaded. Second point നോക്കിക്കേ. It was named after Dr. Guillotine, who invented it. Robespierre's government issued laws placing a maximum ceiling on wages and prices. Third point, meat and bread were rationed. And fourth point, peasants were forced to transport their grain to cities and sell at prices that is fixed up by the government. Okay. നെക്സ്റ്റ് വൺ. ഇങ്ങനെ അതുപോലെ തന്നെ ദി യൂസ് ഓഫ് മോർ എക്സ്പെൻസീവ് വൈറ്റ് ഫ്ലോർ വാസ് ഫോർബിഡൻ. അത്രയും വില കൂടിയ അരിപ്പൊടി അതൊക്കെ അവിടെ നിരോധിക്കപ്പെട്ടു. പിന്നെന്താണ്? ഓൾ സിറ്റിസൺസ് വെർ റിക്വയർഡ് ടു ഈറ്റ് ദ പെയിൻ. ഇറ്റ് ഈസ് ഡിഗലേറ്റ് ഇക്വാലിറ്റി ബ്രെഡ്, എ ലോഫ് ദാറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് വോൾ സ്വീറ്റ്. എല്ലാ സിറ്റീസനും എന്താണ്? വേ റിക്വയർഡ് ടു ഈറ്റ്, എല്ലാവർക്കും കഴിക്കാനുള്ള. ഇറ്റ് ഈസ് മെയിൻലി ദ നെയിം, ഇറ്റ് ഈസ് ഇക്വാലിറ്റി ബ്രെഡ്. ഇറ്റ് ഈസ് എ ലോഫ് മെയ്ഡ് ഓഫ് വോൾ വീറ്റ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളത്. ഇക്വാലിറ്റി വാസ് ഓൾസോ സോട്ട് ടു ബി പ്രാക്ടീസ് ത്രൂ ഫോംസ് ഓഫ് സ്പീച്ച് ആൻഡ് അഡ്രസ്. ഫുഡ് എങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും സെയിം ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. ഒരു സെക്ഷന് എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഹൈലി ലക്ഷൂറിയസ് ആയിട്ടുള്ള വീറ്റ് മറ്റവർക്ക് ലോ കോസ്റ്റ് അങ്ങനെയുള്ള വരരുത് എന്നാണ് പറയുന്നത്. ഇക്വാലിറ്റി ബ്രെഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇക്വാലിറ്റി വാസ് ഓൾസോ സോട്ട് ടു ബി പ്രാക്ടീസ് ത്രൂ ഫോംസ് ഓഫ് സ്പീച്ച് ആൻഡ് അഡ്രസ്. റോബ്സ്പിയറിന്റെ എല്ലാ വിധത്തിലുള്ള സ്പീച്ചിലും ആളുകളെ അഡ്രസ് ചെയ്യുമ്പോഴൊക്കെ ഇക്വാലിറ്റി എന്നുള്ള ടേമാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദ ട്രഡീഷണൽ മോൺഷേഴ്സ് ആൻഡ് മഡാമെ, ഓൾ ഫ്രഞ്ച്മെൻ ആൻഡ് വിമൻ വെർ ഹിൻസ്ബൂത്ത് സിറ്റോയിൻ ആൻഡ് സിറ്റോയിനിൻ. അല്ലെ, പണ്ട് കാലത്ത് ട്രഡീഷണൽ ആയിട്ട് ഈ മെന്നിന് സർ, മാഡം എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഫ്രാൻസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് മോൺഷിയർ ആൻഡ് മഡാമെ എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴോ ഓൾ ഫ്രഞ്ച്മെൻ ആൻഡ് മെന്നെ സിറ്റോയിൻ ആൻഡ് വിമനെ സിറ്റോയിനിൻ എന്നാണ് പറയുക. ഓക്കെ. ആൻഡ് അല്ലെ, പണ്ട് ട്രഡീഷണൽ മോൺഷിയർ എന്ന് പറയുന്നത് സർ എന്നാണ്, മഡാമെ മാഡം, ആൻഡ് ഫ്രഞ്ച് മെൻ ആൻഡ് വിമൻ വെർ ഹിൻസ്ബൂത്ത് സിറ്റോയിൻ ആൻഡ് സിറ്റോയിനിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിറ്റോയിൻ ആൻഡ് സിറ്റോയിനിൻ സിറ്റീസൺ എന്നുള്ള ടേമാണ്. ഓക്കെ, നോക്കുക. ആൻഡ് third point, churches were shut down and their buildings converted into barracks or office. എല്ലാ പള്ളികളും ക്ലോസ് ഡൗൺ ചെയ്തു. ഓക്കെ, അങ്ങനെ ബിൽഡിങ്സ് എന്തായി? ബാരക്സ് ഓർ ഓഫീസസ് ആയിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് മക്കളെ? ദ യൂസ് ഓഫ് മോർ എക്സ്പെൻസീവ് വൈറ്റ് ഫ്ലോർ വാസ് forbidden and all citizens were required to eat the pain digilate. It is equality bread. എല്ലാവരും കഴിക്കണം. It is a loaf made of whole wheat. എല്ലാ വീറ്റിന്റെ എല്ലാതും കൊണ്ട് ഉണ്ടാക്കിയതാണ്. It is equality bread. And second point എന്താണ് മക്കളെ? Equality was also to be practiced through the forms of his speech and address. Okay, next, instead of the traditional monsieur എന്ന് പറയുന്ന സർ എന്ന് പറയുമ്പോൾ നമ്മൾ മോൺഷ്യർ എന്നായിരുന്നു പണ്ട് ഫ്രാൻസിൽ പറഞ്ഞത്. മാഡത്തിന് മഡാമെ എന്നുമായിരുന്നു. ഓക്കെ, ഇപ്പോഴോ ഫ്രഞ്ച്മെൻ ആൻഡ് വിമന് സിറ്റോയിൻ ആൻഡ് സിറ്റോയിനിൻ എന്നാണ് പറയാറ്. ആൻഡ് തേർഡ് പോയിന്റ് നോക്കിക്കേ. Churches were shut down and their buildings were converted into barracks and offices. Okay. അങ്ങനെ റോബേസ്പിയർ പലതരത്തിലുള്ള പോളിസീസ് കൊണ്ടുവന്നു. റോബേസ്പിയർ pursued his policy so relentlessly that even his supporters began to demand moderation.
അങ്ങനെ ഇദ്ദേഹത്തിന് ചില പോളിസീസ് അദ്ദേഹത്തിന് ഫോളോവേഴ്സിന് ഇഷ്ടപ്പെടാതെ വന്നു. ഫൈനലി ഹി വാസ് കൺവിക്റ്റഡ്. ഒരു കോർട്ടിൽ അദ്ദേഹം ജൂലൈ 1794 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അടുത്ത ദിവസം അദ്ദേഹത്തിനെ തൂക്കിലേറ്റിയുമെന്നാണ് പറയുന്നത്. കഴുത്ത് ബിഹെഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പറയുന്നത് മക്കളെ? റോബസ്പിയർ pursued his policies so relentlessly that even his supporters began to demand moderation. And last point, finally he was convicted by a court in July 1794 and arrested. On the next day he is sent to guillotine. Okay, എന്തൊക്കെയാണ് ഡയറക്ടറി റൂൾസ് ഓഫ് ഫ്രാൻസ് എന്ന് നമുക്ക് നോക്കിയാലോ? ഡയറക്ടറി റൂൾസ് ഫ്രാൻസ്. ഓക്കെ, ആൻഡ് ദ ഫോൾ ഓഫ് ജക്കോബിയൻ ഗവൺമെന്റ് ലീഡർ ആയിരുന്നു ആര്? റോബസ്പിയർ. അപ്പൊ ആ ഒരു ഗവൺമെന്റ് അവിടെ വീണു. പിന്നെ ഇറ്റ് അലൗഡ് ദ വെൽത്തിയർ മിഡിൽ ക്ലാസ് ടു സീസ് പവർ. ഇനിയിപ്പോ എന്തായി? റിച്ച് ആയിട്ടുള്ള ആളുകൾ, റിച്ച് ആയിട്ട് മിഡിൽ ക്ലാസ്സിന് അവിടെ പവർ നിയന്ത്രിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ഡിനൈഡ് ദ വോട്ട് ടു നോൺ പ്രോപ്പർട്ടൈസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. എന്ന് വെച്ചാൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. അതെന്ന് വെച്ചാൽ ഇവർ ഇപ്പൊ കൊടുത്ത് വോട്ട് ചെയ്യാൻ അവകാശം കൊടുത്ത സെക്ഷൻസിന് പോലും അവിടെ വോട്ട് ഇല്ലാതെയായി. ഇറ്റ് പ്രൊവൈഡ് ഫോർ ടു elected legislative council and it also അവിടെ എന്ന് വെച്ചാൽ 2 elected legislative council ആണ് ഈ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ നിലനിന്നിരുന്നത്. ആൻഡ് ദിസ് ദെൻ അപ്പോയിന്റഡ് എ ഡയറക്ടറി. ഒരു ഡയറക്ടറി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവിനെ അവർ സെലക്ട് ചെയ്തു. മെയ്ഡ് അപ്പ് ഓഫ് 5 മെമ്പേഴ്സ് ഉണ്ടാവും. ആൻഡ് ദിസ് വാസ് മീൻഡ് ആസ് എ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ വൺ മാൻ എക്സിക്യൂട്ടീവ് ആസ് അണ്ടർ ദ ജക്കോബിൻസ്. ഓക്കെ, അങ്ങനെ ഇവർ ഒരു എക്സിക്യൂട്ടീവിനെ ഫോം ചെയ്തു. ആ ഒരു എക്സിക്യൂട്ടീവിന്റെ ലീഡർഷിപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 5 മെമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഡയറക്ടറി റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആഫ്റ്റർ ദ ഫോൾ ഓഫ് ജക്കോബിൻ ഗവൺമെന്റ് അലൗഡ് ദ വെൽത്തിയർ മിഡിൽ ക്ലാസ് ടു സീസ് പവർ. ഇനിയിപ്പോ വെൽത്തിയർ ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിന് പവർ എടുക്കാലോ. അങ്ങനെ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ഇവരുടെ നേതൃത്വത്തിൽ, ഈ ഒരു വെൽത്തിയർ മിഡിൽ ക്ലാസിന്റെ നേതൃത്വത്തിൽ ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ, വിച്ച് ഡിനൈഡ് the vote. ആർക്ക്? ആ ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്ക് വോട്ടില്ലാതായി? നോൺ പ്രോപ്പർട്ടൈഡ് അല്ലെ, നോൺ പ്രോപ്പർട്ടൈഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി, പുവർ സെക്ഷന് വോട്ടില്ലാതായി. പിന്നെ അവര് ഈ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, വെൽത്തിയർ പീപ്പിളിന്റെ ലീഡർഷിപ്പിലുള്ള പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 elected legislative councils ഉണ്ട്, മക്കൾ ഓർക്കണം. ആൻഡ് തേർഡ് പോയിന്റ്, then they appointed a directory. Directory means ഒരു എക്സിക്യൂട്ടീവിനെ അവർ അപ്പോയിന്റ് ചെയ്തു. ആ ഒരു എക്സിക്യൂട്ടീവിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 5 മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. ദിസ് വാസ് മെന്റ് എ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ. എന്ന് വെച്ചാൽ ഇവരെന്ന് വെച്ചാൽ റോബസ്പിയറുടെ കൈവിലായിരുന്നു എല്ലാ പവേഴ്സും ഉണ്ടായിരുന്നു ആ ഒരു ടൈമില്. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ട് ഇവർ ഇതാക്കി എന്നുള്ളതിലാണ് അവർക്ക് 2 elected legislative councils അവർ ഫോം ചെയ്തു. അതുപോലെ തന്നെ ഒരു ഡയറക്ടറി, ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും, 5 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള. അങ്ങനെയാണ് ഇവരുടേത്. ഓക്കെ, and the directors often clashed with the legislative council. 2 elected legislative councils ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞില്ലേ, അവരും തമ്മിൽ ഈ എക്സിക്യൂട്ടീവ് ആ ലീഡർ എപ്പോഴും എന്താണ് കച്ചറയാണ് ചെയ്യുക. then sought to dismiss. എന്നിട്ട് അവിടെയുള്ള മെമ്പേഴ്സിനൊക്കെ അദ്ദേഹം ഡിസ്മിസ് ചെയ്തു. and the political instability of directory paved the way for the rise of military dictator. ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആർക്കും പവർ ഇതില്ല, എക്സിക്യൂട്ടീവിന് ഒറ്റയ്ക്ക് എന്തായാലും ഭരിക്കാൻ പറ്റില്ല. അങ്ങനെയാവുമ്പോൾ ഒരു മിലിറ്ററി കമാൻഡർ, ഒരു മിലിറ്ററി റൂളർ അവിടെ വന്നത്. ആരായിരുന്നു ആ റൂളർ എന്ന് നമുക്ക് നോക്കിയാലോ? ഇറ്റ് ഈസ് അവർ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, through all these changes in the form of government, the ideals of freedom, of equality before the law and of fraternity remained inspiring ideals that motivated political movements in France and the rest of Europe during the following century. അങ്ങനെ പിന്നെയുള്ള കാലം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് വെച്ചാൽ ഫ്രീഡം, ഐഡിയൽസ് ഓഫ് ഫ്രീഡം, ഇക്വാലിറ്റി ബിഫോർ ലോ, ഈ കോൺസെപ്റ്റിനൊക്കെ വലിയ മുൻതൂക്കം വന്നു. ഓഫ് ഫ്രറ്റേണിറ്റി ആൻഡ് റിമെയിൻഡ്
inspiring ideals that motivated political movements in France and rest of Europe during the following century. പല ചേഞ്ചസ് വന്നു. ഗവൺമെന്റ് റൂളിൽ, ഗവൺമെന്റ് ഫോമിൽ ചേഞ്ച് വന്നു. ആൻഡ് the ideals of freedom and equality before law, of fraternity and remaining the inspired ideals. It is according to the rule of Napoleon Bonaparte. Okay. അപ്പോൾ എന്താണ് പറഞ്ഞത്? The directors were often clashed with the legislative councils who then sought to dismiss them, and the political instability of the directory that paved the way for the rise of military dictator, it is Napoleon Bonaparte. And second one, through all these changes in the form of government, the ideals of freedom, of equality before law, of fraternity remained inspiring ideals that motivated political movements in France and the rest of Europe during the following century. Okay, next one. And did women have a revolution? അല്ലെ, വിമൻ എന്തെങ്കിലും, സ്ത്രീകൾ എന്തെങ്കിലും വിപ്ലവത്തിന് ഉണ്ടായിരുന്നോ? ഓക്കെ, നോക്കിയാലോ. From the very beginning, women were active participants in the events which brought about so many important changes in French society. അല്ലെ, ആദ്യകാലങ്ങളിൽ എല്ലാ വിധത്തിലുള്ള സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും മുൻപന്തിയിൽ സ്ത്രീകളായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അവർ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ ഫ്രഞ്ച് സൊസൈറ്റിയിൽ വന്നു എന്നാണ് കേട്ടോ പറയുന്നത്. And they hoped that their involvement would pressurize the revolutionary government to introduce measures to improve their lives. അവർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അവരിങ്ങനെ മുൻപന്തിയിൽ എല്ലാ സംഘർഷങ്ങളുടെയും റിവോൾട്ടിലും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള റാഡിക്കൽ ചേഞ്ചസ് ഗവൺമെന്റ് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ മക്കളെ അവരിങ്ങനെ ഈ ഒരു റെവല്യൂഷണറി റിവോൾട്ട്സിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിക്കേ. മോസ്റ്റ് വിമൻ ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഹാഡ് ടു വർക്ക് ഫോർ എ ലിവിങ്. തേർഡ് എസ്റ്റേറ്റിലുള്ള എല്ലാ സ്ത്രീകളും എന്താണ്, പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. ആൻഡ് ദേ വർക്ക്ഡ് ആസ് എ സീംസ്ട്രസ് ഓർ ലോണ്ട്രസ്. അല്ലെ, എന്ന് വെച്ചാൽ ലാൻഡ് ലോഡ്സിന്റെ വീട്ടിൽ അലക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഫ്ലവേഴ്സ് ഒക്കെ വിൽക്കുന്ന ആളുകൾ, ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന, വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ആളുകളായിട്ടും ഒക്കെ എംപ്ലോയ് ചെയ്യുന്ന ഡൊമസ്റ്റിക് സെർവൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? സ്ത്രീകൾ റെവല്യൂഷനിൽ പങ്കെടുത്തിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? From the very beginning, women were active participants in the events which brought about so many important changes in French society. Second point നോക്കിക്കേ, they hoped that their involvement would pressurize the revolutionary government to introduce measures to improve their lives. They hope that, women hope that their involvement would pressurize the revolutionary government to introduce measures to improve their lives. Okay, third point നോക്കിക്കേ മക്കള്. Most women of the third estate had to work for a living. They worked as seamstresses, laundresses, or sold fruits, vegetables at the market, or they were employed as domestic servants in the house of prosperous people. Okay, അപ്പൊ ഇതാണ് പിക്ചറൈസ് ചെയ്യുന്ന സ്ത്രീകൾ പല റിവോൾട്ടിലും അതുപോലെ തന്നെ പല ജോലിയും ചെയ്തിരുന്നു ആ ഒരു ടൈമില്. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് women did not have access to education or job training. ആ ഒരു കാലഘട്ടത്ത് എന്ന് വെച്ചാൽ ഈ പ്രോസ്പെറസ് ആയിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ഡൊമസ്റ്റിക് സെർവൻസ് ആയിട്ടും അതുപോലെ തന്നെ ലൗണ്ടേഴ്സ്, അങ്ങനെ പല വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവർക്ക് ആ ഒരു ടൈമിൽ വിദ്യാഭ്യാസം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. Only daughters of nobles or wealthier members of third estate could study at a convent. എന്ന് വെച്ചാൽ വലിയ പൈസക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് മാത്രമേ വലിയ കോൺവെന്റിലൊക്കെ ഇന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. After which their family arranged a marriage for them. അങ്ങനെ പഠിത്തം കഴിഞ്ഞ നോബൽ ഫാമിലീസിലുള്ള ഡോട്ടേഴ്സിനെ അവർ കല്യാണം കഴിച്ച് വിടും. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. വർക്കിംഗ് വുമൻ ഹാഡ് ഓൾസോ ടു കെയർ ഫോർ ദിയർ ഫാമിലീസ്. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളും എന്താണ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കെയർ ചെയ്യുന്നവരായിരുന്നു. എങ്ങനെയൊക്കെയാണ് അവർ കെയർ ചെയ്തിരുന്നത്? ടു കുക്ക് ആൻഡ് ടു ഫെച്ച് വാട്ടർ, വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കാൻ. ആൻഡ് ക്യൂ അപ്പ് ഫോർ ബ്രെഡ്, അല്ലെ, എല്ലാ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി
അവർ ക്യൂ നിൽക്കുമായിരുന്നു സ്റ്റേഷനറി പീഡിയയില്. ആൻഡ് ഓൾസോ ദേ ലുക്ക് ചിൽഡ്രൻ ആൻഡ് ദി വേജസ്. പക്ഷെ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് ദ വേജസ് വിയർ ലോവർ ദാൻ ദോസ് ഓഫ് ദം. അവരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, മോസ്റ്റ് വിമൻ ഡു നോട്ട് ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഓർ ജോബ് ട്രെയിനിങ്. Only daughters of nobles or wealthier members of the third estate could study at convent. Le, only daughters of nobles or wealthier members of the third estate could study at a convent, after which their families were arranged a marriage for the daughters of noble family. Okay, what about next point? Working women has also to care for their families. അല്ലെ, ഈ ഒരു വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ ഫാമിലീസിനെ നോക്കേണ്ടി വരുന്നു. എങ്ങനെയൊക്കെ? in order to cook and in order to fetch water and also to queue up for bread and look after their children. Okay, but their wages were lower than those of men എന്നാണ് പറയുന്നത്. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു കുറെ പൊളിറ്റിക്കൽ ക്ലബ്സ് വിമന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്ന് അല്ലെ. അബൌട്ട് 60 വിമൻസ് ക്ലബ്സ് കെയിം അപ്പ് ഇൻ ഡിഫറെന്റ് ഫ്രഞ്ച് സിറ്റീസ്. ഫ്രഞ്ച് സിറ്റീസിന്റെ പല ഭാഗങ്ങളായിട്ട് വിമന്റെ പൊളിറ്റിക്കൽ ക്ലബ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെ? The Society of Revolutionary and Republican Women was the most famous them. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വിമന്റെ പൊളിറ്റിക്കൽ ക്ലബിന്റെ പേരുകളാണ് എന്തൊക്കെ മക്കളെ? It is the Society of Revolutionary and Republican Women. The Society of Revolutionary and Republican Women is one of the most famous political club of women. Okay, what about the second point? Second point നോക്കിയാൽ one of their main demand was that women enjoy. ഇവർ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലബ്ബ് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് മക്കളെ? It is women should enjoy same political rights as men. പുരുഷന്മാർക്കുള്ള അതേ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർക്കും ഉണ്ടായിരിക്കണം? സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം. പിന്നെ women were disappointed that Constitution of 1791 reduced them to passive citizens. പിന്നെ അവർക്കുള്ള വിഷമം എന്തായിരുന്നു? 1791 കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്, കോൺസ്റ്റിറ്റ്യൂഷൻ വിമൻ ഒരു പാസീവ് സിറ്റിസന്റെ സെക്ഷനിലേക്ക് ഒതുക്കി. അതും അവർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിനെതിരെ അവർ ഉന്നയിക്കുന്ന ഒരു ഇതാണ്. ആൻഡ് ദേ ഡിമാൻഡഡ് ദ റൈറ്റ് ടു വോട്ട്. പിന്നെ എന്തൊക്കെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്? റൈറ്റ് ടു വോട്ട്, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ആൻഡ് ടു ബി എലക്റ്റഡ് ടു അസംബ്ലി, അസംബ്ലിയിൽ എലക്ട് ചെയ്യാൻ അവർക്കും ഒരു പങ്കാളിത്തം വേണ്ടേ? അവരും ഇലക്ടോർസ് ആവണ്ടേ? അതുപോലെ തന്നെ അവരും റെപ്രസെന്റേറ്റീവ്സ് ആവണ്ടേ? ആൻഡ് ഹോൾഡ് പൊളിറ്റിക്കൽ ഓഫീസ്, പൊളിറ്റിക്കൽ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാനും സ്ത്രീകൾക്ക് കഴിയും എന്നുള്ളത് അവർ ഉറപ്പ് തന്നു. ഓൺലി ദെൻ ദേ ഫെൽറ്റ് would their interests be represented in the new government. ഇനി അവർക്ക് ഈ ഒരു പോളിസീസ്, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയൊരു ഗവൺമെന്റിലാണ് പറയാൻ കഴിയുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്? About 60 women's club came up in different French societies. That political club's name was the Society of Revolutionary and Republican Women. Okay, and അവരുടെ ഈ ഒരു പൊളിറ്റിക്കൽ ക്ലബിന്റെ മെയിൻ ഡിമാൻഡ്സ് എന്തൊക്കെയായിരുന്നു? It was women should enjoy same political rights as men. പിന്നെ എന്തൊക്കെയാ മക്കൾ പറഞ്ഞേ? Yeah, very good. Women were disappointed that Constitution of 1791 reduced them as a section of passive citizens. And third point, they demanded the right to vote and to be elected assembly. അതുപോലെ തന്നെ and hold political offices. അല്ലേ? Okay. Next. In the early years, the revolutionary government did introduce laws that helped to improve the lives of women. പണ്ട് കാലങ്ങളിൽ ആളുകളുടെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ലോസ് ഒക്കെ റെവല്യൂഷണറി ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. Together with the creation of state schools, schooling was made compulsory for girls. അങ്ങനെ എന്ത് വന്നു? ഈ ഒരു റവല്യൂഷണറി ഗവൺമെന്റ് പലതരത്തിലുള്ള സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുന്ന രീതിയിലുള്ള പോളിസീസ് കൊണ്ടുവന്നു. അവർക്കും സ്കൂളിംഗ് കമ്പൽസറി, എല്ലാ ഗേൾസിനും കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ,
അതുപോലെ തന്നെ വേറെ നിയമം കൊണ്ടുവന്ന റെവല്യൂഷണറി ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ദി ഫാദേഴ്സ് കുഡ് നോ ലോങ്ങർ ഫോഴ്സ് ദം ടു മാരേജ് അഗെയിൻസ്റ്റ് ദിയർ വിൽ. പിന്നെയുള്ള ഗവൺമെന്റ് ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ അവരുടെ അച്ഛനമ്മമാർ അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പാടില്ല, അവരുടെ ഇഷ്ടത്തോടെ മാത്രമേ കല്യാണം കഴിപ്പിക്കാൻ പറ്റുള്ളൂ. And marriage was made into a contract entered into freely and registered under സിവിൽ ലോ. മാരേജ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന എന്തിന്റെ ഇതിലാ? സിവിൽ ലോന്റെ അണ്ടറിലാണ് അല്ലെ. പിന്നെ തേർഡ് പോയിന്റ്, ഡിവോഴ്സ് വാസ് മെയ്ഡ് ലീഗൽ ആൻഡ് കുഡ് ബി അപ്ലൈഡ് ഫോർ ബോത്ത് വിമൻ ആൻഡ് മെൻ. അല്ലെ, എന്ന് വെച്ചാൽ ഡിവോഴ്സും അതുപോലെ തന്നെ ലീഗലാണ്. എന്ന് വെച്ചാൽ മെന്നും വിമനും ഈക്വൽ ആയിട്ട് എന്താ ഡിവോഴ്സിന് ഇതാക്കാന്നാ പറയുന്നത്. വിമൻ കുഡ് നൗ ട്രെയിൻ ഫോർ ജോബ്സ്, കുഡ് ബിക്കം ആർട്ടിസ്റ്റ് ഓർ സ്മോൾ ബിസിനസ്. അല്ലെ, അതുപോലെ തന്നെ വിമൻ ഇപ്പൊ പലതരത്തിലുള്ള ജോബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൊളിറ്റിക്കൽ ബേസിസിലാണ് പ്രസിഡന്റ് വരെ നമ്മുടെ വിമൻ ആണ് അല്ലെ. അപ്പം നമ്മുടെ പ്രസന്റ്ലി ദ്രൗപദി മുർമു, ഓക്കെ, 2024 ആ ഒരു ബേസിൽ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻ ദ ഏർലി ഇയേഴ്സ് ദ റെവല്യൂഷണറി ഗവൺമെന്റ് ഡിഡ് ഇൻട്രൊഡ്യൂസ് ലോസ് ദാറ്റ് ഹെൽപ്ഡ് ഇംപ്രൂവ് ദ lives of women. Together with the creation of state schools, and schooling was made compulsory for all girls. And second point, their fathers could no longer force them into marriage against their will. Marriage was made into a contract between entered into freely and registered under civil law. And last point, divorce was made legal and could be applied for by both men and women. And women could now train for jobs and could become artists or run small businessmen. Okay, next one. അങ്ങനെ സ്ത്രീകൾ പല മൂവ്മെന്റ്സ് വന്നു അല്ലെ. സ്ത്രീകൾ പല മൂവ്മെന്റ്സിൽ വന്നു. എങ്ങനെയൊക്കെ വുമൻസ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ഫോർ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെ, വോട്ട് അവകാശത്തിന് വേണ്ടി. അതുപോലെ തന്നെ ഈക്വൽ വേജസ്, ഓരോരുത്തർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈക്വൽ ആയിട്ടുള്ള വേജസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് കണ്ടിന്യൂഡ് ത്രൂ നെക്സ്റ്റ് 200 years ഇൻ മെനി കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഈ ഒരു മൂവ്മെന്റ് എത്രയോ നൂറ്റാണ്ടുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആൻഡ് ദ ഫൈറ്റ് ഫോർ ദ വോട്ട് വാസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ ഇന്റർനാഷണൽ സഫ്രേജ് മൂവ്മെന്റ്. അങ്ങനെ വോട്ട് അവകാശം അവർ നേടിയത് എന്തിലൂടെയാണ്? ഇന്റർനാഷണൽ സഫ്രേജ് മൂവ്മെന്റ് ആയിട്ടുള്ള 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിൽ ആ ഒരു മൂവ്മെന്റിന്റെ ബേസ്ഡ് അപ്പാണ് റൈറ്റ് ടു വോട്ട് അവർ കരസ്ഥമാക്കിയത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. And the example of the political activities of the French women during the revolutionary years was kept alive as an inspiring memory. ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഈ റെവല്യൂഷണറി അവരുടെ ആ റെവല്യൂഷണറി മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇപ്പോൾ ഊർജം മനസ്സിൽ കൊടുക്കുന്ന ഒരു ഇവന്റ് ആണ്. ഇറ്റ് വാസ് ഫൈനലി ഇൻ 1946. അങ്ങനെ 1946, എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ത്രീകൾക്ക് ഫ്രാൻസിൽ വോട്ടവകാശം കിട്ടിയത്. ഇൻ 1946 that women in France won the right to vote. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത മക്കളെ? It is women's movements for voting rights and equal wages continued through the next 200 years in many countries of the world. ഈ സ്ത്രീകളുടെ മൂവ്മെന്റ് ഒക്കെ എല്ലാ കൺട്രീസിലും, വേൾഡിലുള്ള പല കൺട്രീസിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ ഒരു ചേഞ്ചസും ആ ടൈമിൽ വന്നില്ല. പിന്നെ കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോ 1946 ഫ്രാൻസില് they won the right to vote. Okay, പിന്നെ the abolition of slavery. അങ്ങനെ സ്ലേവറി ഇല്ലാതാക്കി ഫ്രാൻസിൽ. എങ്ങനെയാ നോക്കിയാലോ? One of the most revolutionary social reform of the Jacobin regime was the abolition of slavery in the French colonies. ഈ ജാക്കോബിയൻ റിജിമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോം എന്ന് പറയുന്നത്, ജാക്കോബിൻസ് ഭരിക്കുന്ന ടൈം, റോബേസ്പിയറിന്റെ ആ ഒരു ടൈമിൽ അവരുടെ മെയിൻ റിഫോം എന്ന് പറയുന്നത് എന്തായിരുന്നു? in order to restrict or abolish the slavery in French colonies. അതുപോലെ തന്നെ the colonies in the Caribbean and Martinique and Guadeloupe and San Domingo were important suppliers of commodities such as tobacco, indigo, sugar, coffee. Okay,
ഏത് കോളനീസിലാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സപ്ലൈസ് ഓഫ് കോമഡിറ്റീസ് നടക്കുന്നത്? ഇറ്റ് ഈസ് കരീബിയൻ ആൻഡ് മാർട്ടിൻക്യൂ ആൻഡ് ഗുവാഡെലോപ്പ് ആൻഡ് സാൻ ഡൊമിൻഗോ, അല്ലെ? സാൻ ഡൊമിൻഗോ. ഓക്കെ, അവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് കോമഡിറ്റീസ് ആണ് സപ്ലൈ ചെയ്യുന്നത് മക്കളെ? ഇറ്റ് ഈസ് ടുബാക്കോ, ഇൻഡിഗോ, ഷുഗർ ആൻഡ് കോഫി. ഏതൊക്കെ colonies it is in Caribbean and Martinique and Guadeloupe and San Domingo. Okay, എവിടെ എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് കോമഡിറ്റീസ്? ടുബാക്കോ, ഇൻഡിഗോ, ഷുഗർ ആൻഡ് കോഫി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്. ബട്ട് the reluctance of Europeans to go and work and distant and unfamiliar lands meant a shortage of labor on the plantation. അങ്ങനെ യൂറോപ്യൻസ് ഇങ്ങനെ പുറത്ത് പോയി പണിയെടുക്കാൻ ഇങ്ങനെ മടിയായിട്ട് അൺഫെമിലിയർ ലാൻഡ്സിൽ വർക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? തൊഴിലാളികളുടെ ഒരു ഷോർട്ടേജ് വരെ ഇവിടെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് പ്ലാന്റേഷനിലൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? One of the most revolutionary social reform of the Jacobin regime was the abolition of slavery in the French colonies. And second point, the colonies in the Caribbean, Martinique, Guadeloupe, San Domingo were important suppliers of commodities such as tobacco, indigo, sugar and coffee. And last point, but the reluctance of Europeans to go and work in distant land or an unfamiliar land meant a shortage of laborers at plantations. And they were sold. അങ്ങനെ എന്ത് ചെയ്തു? ഈ പെസൻസിന്, ഈ ലേബേഴ്സിനൊക്കെ എവിടേക്ക് വിറ്റു? സ്ലേവ്സ് ആയിട്ട് they were sold to plantation owners-ലേക്ക് അവരെ വിൽക്കും. സ്ലേവ് ട്രേഡ് അവിടെ നിലനിന്നിരുന്നു. And the exploitation of slave labor made it possible to meet the growing demand in European markets for sugar, കോഫി, ഇൻഡിഗോ. അങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് സ്ലേവ് ലേബർ എന്ന് വെച്ചാൽ. ആ ഒരു ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഈ ഒരു ഷുഗർ, കോഫി, ഇൻഡിഗോ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ ലേബേഴ്സ് വേണം, അല്ലേ? അതുകൊണ്ട്. അതുപോലെ തന്നെ പോർട്ട് സിറ്റീസ്, ട്രേഡിംഗ് സിറ്റീസ് ആയിരുന്നു ഫ്രാൻസിന്റെ ബോർഡിയോക്സ് ആൻഡ് നാൻറ്റസ്. ഓ ദിയർ എക്കണോമിക് പ്രോസ്പെരിറ്റി ടു എ ഫ്ലറിഷിംഗ് സ്ലേവ് ട്രേഡ്. അങ്ങനെ കൂടുതലായിട്ട് അവർക്ക് നല്ല ഒരു സാമ്പത്തികമായിട്ട് ഉയർച്ച ഫ്രാൻസിന് ഉണ്ടായത് ഇറ്റ് ഇസ് പോർട്ട് സിറ്റീസ് ആയിട്ടുള്ള ബോർഡിയോക്സ് ആൻഡ് നാൻറ്റസിലാണ്. ഓക്കെ, അങ്ങനെ അവരുടെ സ്ലേവ് ട്രേഡും ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? The slaves were sold to plantation owners. And second point, the exploitation of slave labor made it possible to meet the growing demand in European markets for sugar, coffee and indigo. അല്ലെ? ഇങ്ങനെയുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എത്ര കോഫി, ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം അത്രമാത്രം ലേബേഴ്സിനെ അവരെന്ത് ചെയ്യും? ഈ ഒരു ഓണേഴ്സിന്റെ കൈമലേക്ക് ട്രേഡ് ചെയ്യും, അല്ലെ? അത്ര കൂടുതൽ എക്കണോമിക് പ്രോസ്പെരിറ്റി ഈ ഒരു ഫ്രഞ്ച് സൊസൈറ്റിക്ക് ഉണ്ടാക്കിയ പോർട്ട് സിറ്റീസ് ഏതൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് ബോർഡിയോക്സ് ആൻഡ് നാൻറ്റസ്. ഓക്കെ, നെക്സ്റ്റ്. And throughout the 18th century, there was little criticism of slavery in France. ഓക്കെ, അങ്ങനെ 18ാം സെഞ്ചുറിയിൽ, നൂറ്റാണ്ടിൽ എന്താ കുറെ ക്രിറ്റിസിസം വന്നു ഈ സ്ലേവറി ഇങ്ങനെ ഫ്രാൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എതിരെയായിട്ട്. The National Assembly held long debates whether the rights of men should be extended to all French subjects, including those in the colonies. എന്ന് വെച്ചാൽ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പോളിസി ഫോം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും, ഒരു സെക്ഷനിലുള്ള ആളുകൾക്ക് മാത്രമല്ല എന്ന് വെച്ചാൽ അവകാശങ്ങളൊക്കെ ഉള്ളത് എല്ലാ ഫ്രഞ്ച് സബ്ജക്റ്റിനും ഈക്വൽ ആയിട്ടുള്ള ഇതാണ് കൊടുത്തത്, റൈറ്റ്സ് ഓഫ് മെൻ എന്ന് പറയുന്ന ആ ഒരു ഇതില്, അല്ലെ, ഡിക്ലറേഷനിൽ. ഓക്കെ, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് പാസ് എനി ലോസ് ഫിയറിംഗ് ഒപ്പോസിഷൻ ഫ്രം ബിസിനസ് മാൻ ഹൂസ് ഇൻകം ഇസ് ഡിപ്പെൻഡന്റ് ഓൺ സ്ലേവ് ട്രേഡ്. പക്ഷെ ആ ഒരു ലോ അവിടെ എന്ത് ചെയ്തില്ല, നിലവിൽ വന്നില്ല. എന്താന്ന് വെച്ചാൽ കൂടുതൽ പൈസ അവർക്ക് കിട്ടുന്ന ഈ ബിസിനസ് മെന്നിൽ നിന്നാണ്. അപ്പൊ അവരെ എതിർത്ത് എന്തെങ്കിലും ചെയ്താണെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന അതും കൂടെ പോവും, അല്ലെ? And it was finally the convention which in 1794 the convention legislated to free all slaves in the ഫ്രഞ്ച് ഓവർസീസ് പൊസിഷൻ. അങ്ങനെ 1794 ആ ഒരു കൺവെൻഷനിലാണ് എന്ത് നിലപാടെടുത്തത് മക്കളെ? എല്ലാ സ്ലേവ്സ്, ഫ്രഞ്ചിന്റെ കോളനീസിലുള്ള എല്ലാ സ്ലേവ്സിനെയും വിട്ടയക്കാനുള്ള ഒരു തീരുമാനം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തത്, അല്ലെ? അപ്പൊ എന്താണ് പറഞ്ഞത്? ത്രൂ ഔട്ട് ദ 18th century there was a little criticism of slavery in
France. And the National Assembly held long debates about whether the rights of man should be extended to all subjects, including those in the colonies. And second point, but it did not pass any laws, fearing the opposition from businessmen whose income is dependent upon that slave trade. And last point, it was finally the convention which in 1794 legislated to free all slaves in the French overseas possession. Okay. And the revolution and everyday life. Okay. അപ്പോൾ എന്തൊക്കെ റെവല്യൂഷൻ നമുക്ക് നോക്കാം. The years following 1789 in France. So many such changes in the lives of men, women and children. അങ്ങനെ 1789 ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടായത്. ആരുടെയൊക്കെ ജീവിതത്തില്, പുരുഷന്മാരും സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ലൈഫില്. ഓക്കെ, the revolutionary government took it upon themselves to pass laws that would translate the ideals of liberty and equality into everyday practice. പിന്നെ ഒരു റെവല്യൂഷണറി ഗവൺമെന്റ് അവിടെ നിലവിൽ വന്നു ഫ്രാൻസിൽ. എന്തിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്? ലിബർട്ടി, ഇക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അല്ലെ സപ്പോർട്ട്, ആ ഒരു ഐഡിയൽസിന്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന റെവല്യൂഷണറി ഗവൺമെന്റ് നിലവിൽ വന്നു അല്ലെ. പിന്നെ one important law that came into effect soon after the storming of Bastille in the summer of 1789 was the abolition of censorship. അല്ലെ, ഒരു വലിയ ചേഞ്ചസ് അവിടെ ലോ വന്നത് എന്ന് വെച്ചാല് ഈ ബാസ്റ്റിലൊക്കെ ആളുകൾ ഇല്ലാതാക്കിയല്ലോ. അതെന്ന് വെച്ചാല് ഇറ്റ് ഇസ് ദ എബോളിഷൻ ഓഫ് സെൻസർഷിപ്പ്. ഒരു സെൻസർഷിപ്പ് അവിടെ ഉണ്ടാവരുത്. കാരണം എന്താണ്? ഇൻ ദ ഓൾഡ് റെജിം ഓൾ റിട്ടൺ മെറ്റീരിയൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റി, ബുക്സ് ആയിക്കോട്ടെ എല്ലാം അല്ലെ, പ്ലേസ് കുഡ് ബി പബ്ലിഷ്ഡ് or perform only after they had been approved by censors. എന്ന് വെച്ചാൽ ആ ഒരു ഓൾഡ് റെജീമിന്റെ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന മെറ്റീരിയലും കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ ഇനി പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആരുടെ സൈന് വേണം? ആരുടെ അഗ്രിമെന്റ് വേണം? കിങ്ങിന്റെ അഗ്രിമെന്റ് വേണം. ഓക്കെ, അതാണ്. അല്ലാതെ നമുക്ക് നേരിട്ടെല്ലാം പകർത്തി എഴുതാൻ പറ്റില്ല. അതാണ് എബോളിഷൻ ഓഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് one important law that came into effect soon after the storming of Bastille in the summer of 1789 was the abolition of censorship. In the old regime, all the written material and cultural activities, which will be books, newspapers, plays, could be published or performed only after they had been approved by the censor of the king എന്നാണ് പറയുന്നത്. അങ്ങനെ now the Declaration of the Rights of Men and Citizens proclaimed the freedom of speech and expression to be a natural right. അങ്ങനെ എന്തായി? ഒരു ഡിക്ലറേഷൻ കൊണ്ടുവന്നു. ഇറ്റ് ഈസ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റീസൺ എന്ന് പറയുന്നത് പ്രൊക്ലെയിം ചെയ്ത എന്തായിരുന്നു? ഇറ്റ് ഈസ് ഫ്രീഡം ഓഫ് സ്പീച്ച്. എല്ലാവർക്കും ഒപ്പീനിയൻ പറയാനുള്ള സ്പീച്ച് അല്ലെ, ഫ്രീഡം. അതുപോലെ തന്നെ എക്സ്പ്രഷൻ, അതൊരു നാച്ചുറൽ റൈറ്റ് ആയിട്ട് അവിടെ വന്നു അല്ലെ. പിന്നെന്താണ്? ന്യൂസ്പേപ്പേഴ്സ്, അതുപോലെ തന്നെ പാംപ്ലെറ്റ്സ് അല്ലെ, പാംപ്ലെറ്റ്സ്, ബുക്സ്, printed pictures flooded the towns of France from where they traveled rapidly into countryside. എല്ലാ വിധത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സ്, പാംപ്ലെറ്റ്സ്, ബുക്സ് ഒക്കെ എന്തായി? ഫ്രാൻസിൽ നിന്ന് മറ്റു കൺട്രി സൈഡിലേക്കൊക്കെ പോയി. ഇത് ഓൾ ഡിസ്ക്രൈബ് ആൻഡ് ഡിസ്കസ് ദ ഇവന്റ്സ്. എല്ലാം അവിടെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു അല്ലേ. എല്ലാ ഇവന്റ്സ് ഒക്കെ, ഫ്രാൻസിലുള്ള ഇവന്റ്സ് ഒക്കെ എന്ത് ബാക്കിയുള്ളവരും അറിഞ്ഞു അല്ലെ. ഫ്രീഡം ഓഫ് ദി പ്രസ് ആൻഡ് ഓൾസോ മെൻ ദാറ്റ് opposing views of events could be expressed. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രീഡം, പ്രസ്സിന് എന്ന് പറയാനുള്ള ഫ്രീഡം കൊടുത്തു. എന്ത് പറയാനുള്ളത് എന്ന് വെച്ചാൽ അവർക്ക് എന്തും തെറ്റ്, ഒരു ലോ വരുമ്പോൾ, ഒരു ഗവൺമെന്റ് പോളിസി വരുമ്പോൾ അതിന് എതിരെ പറയാനുള്ള അവകാശം അവർക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് സിറ്റിസൺസിന്റെ ഭാഗമായിട്ട് അല്ലെ, ആളുകൾക്ക് സ്വന്തമായിട്ട് ഒപ്പീനിയൻ പറയാനുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടി അല്ലെ. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ന്യൂസ്, ഫ്രഞ്ചിലെ ഈവെന്റ്സ് ഒക്കെ മറ്റുള്ള കൺട്രീസിലെ ആളുകൾ എങ്ങനെ അറിഞ്ഞു? ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, പാംപ്ലെറ്റ്സ്, ബുക്സ് അല്ലെ. ഓക്കെ, അങ്ങനെ പ്രസ്സിനും കിട്ടി ഫ്രീഡം ഓഫ് പ്രസ് അല്ലെ. അവർക്ക് എന്ത് ചെയ്യാം? ഒപ്പോസിംഗ് വ്യൂസ് ഷുഡ് ഓർ events should be expressed through that. Okay,
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മറ്റൊരു ചാപ്റ്റർ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്